കാർഷിക വാർത്ത. കർഷകർക്ക് 1000 കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി. വിളവെടുപ്പിന് ശേഷമുള്ള വായ്പകൾ വേഗത്തിലാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള വായ്പകൾ എളുപ്പത്തിൽ ഉപയോഗപ്പെടുത്താൻ കർഷകരെ സഹായിക്കുന്നതിനാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതി. ഇതിനായി ഇലക്ട്രോണിക് വെയർഹൌസ് രസീതുകൾ പ്രയോജനപ്പെടുത്താനാകും. അംഗീകൃത വെയർഹൌസ് രസീതുകൾ വഴി വായ്പകൾ നൽകുന്നതിൽ ഉദാരമായ സമീപനം സ്വീകരിക്കാൻ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1000 കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നൽകിയിട്ടുള്ളതെന്നാണ് കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞത്. സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമായ സാമ്പത്തിക ഉൾച്ചേർക്കൽ നടപ്പിലാക്കുന്നത് ഇത് വളരെയധികം സഹായിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. എല്ലാ വെയർഹൌസുകളും, പ്രത്യേകിച്ച് വളരെ ചെറിയ ഗോഡൌണുകൾ, ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നത് പ്രധാന വെല്ലുവിളിയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലക്ക വരവ് ചുരുങ്ങുന്നു. വില കൂടുമെന്ന പ്രതീക്ഷയിൽ വിപണി. ലേലകേന്ദ്രങ്ങളിലേക്കുള്ള ഏലക്ക വരവ് ചുരുങ്ങുന്നു. പിന്നിട്ട ഏതാനും ദിവസങ്ങളിൽ ലേലത്തിൽ വരവ് കുറഞ്ഞതോടെ വിൽപ്പനയ്ക്കിറങ്ങുന്ന ചരക്കിൽ വലിയ പങ്കും ഇടപാടുകാർ മത്സരിച്ച് ശേഖരിക്കുകയാണ്. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ 25,200 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ 25,046 കിലോയും ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾ 2,882 രൂപയിലും മികച്ച ഇനങ്ങൾ 3,096 രൂപയിലും കൈമാറി. രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്ന സന്ദർഭമായതിനാൽ വരും ദിനങ്ങളിലും മെച്ചപ്പെട്ട വില ഉൽപ്പന്നത്തിന് നിലനിർത്താനാവുമെന്ന വിശ്വാസത്തിലാണ് ഉൽപ്പാദകർ. വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്വേഷണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കുരുമുളക് വിലയിൽ ഇടിവ്. എന്നാൽ റബ്ബർ വിലയിൽ വ്യത്യാസമില്ല. കുരുമുളക് വില 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം താഴ്ന്നു. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൊച്ചി വിപണിയിലേക്കുള്ള ചരക്ക് വരവ് ചുരുങ്ങിയിട്ടും വില ഇടിവിനെ പിടിച്ചു നിർത്താനായില്ല. ഇന്ന് 18.5 ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് വന്നത്. ഇന്നലെ വരവ് 29 ടണ്ണായിരുന്നു. അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 100 രൂപ താഴ്ന്ന് 64,400 രൂപയായി. ഇതിനിടയിൽ മറ്റ് പല ഉൽപ്പാദന രാജ്യങ്ങളും ആഗോള വിപണിയിൽ നിരക്കുയർത്തി. വിയറ്റ്നാമിലെ ചരക്ക് ക്ഷാമം രൂക്ഷമാകുന്നത് കണ്ട് ഇന്തോനേഷ്യയും ബ്രസീലും മലേഷ്യയും കൂടിയ വിലയാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം സംസ്ഥാനത്തെ റബ്ബർ വിപണികളിൽ 4ാം ഗ്രേഡ് ഷീറ്റ് കിലോ 191 രൂപയിൽ വിപണനം നടന്നു. രാജ്യാന്തര റബ്ബർ അവധി നിരക്കുകളിൽ ഇന്ന് കാര്യമായ വിലവ്യതിയാനം അനുഭവപ്പെട്ടില്ല. അതേസമയം ഇന്നലെ തളർച്ചയിൽ നീങ്ങിയ ബാങ്കോങ് വിപണിയിൽ ഇന്ന് റബ്ബർ വില കിലോയ്ക്ക് 210 രൂപയായി ഉയർന്നു. തായ്ലാന്റിലെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുന്നതിനാൽ റബ്ബർ ടാപ്പിംഗിന് തടസ്സം നേരിട്ടത് വിട്ടുമാറിയിട്ടില്ല. പുതിയ സാഹചര്യത്തിൽ ഇനി ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഉൽപ്പാദനം ഉയരാനിടയുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ ഗോതമ്പിന്റെയും നെല്ലിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഭരണം വിലയിരുത്തുന്നു. ഭക്ഷ്യ സബ്സിഡി വിഹിതം യുക്തിസഹമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസാണ് ഇത് വിലയിരുത്തുന്നത്. കൂടാതെ മൂല്യനിർണ്ണയത്തിൽ പിന്തുണയ്ക്കുന്നതിന് കൺസൾട്ടൻസി സ്ഥാപനങ്ങളിൽ നിന്ന് ബിഡുകളും DMEOയും ക്ഷണിച്ചിട്ടുണ്ട്. 70,000 കോടിയിലധികം വാർഷിക ചെലവ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഭക്ഷ്യ സബ്സിഡി വിഹിതം യുക്തിസഹമാക്കാനാണ് നീക്കം. നീതി ആയോഗിന് കീഴിലാണ് ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വികേന്ദ്രീകൃത സംഭരണത്തിനുള്ള ബജറ്റ് വിഹിതം 2017-18 32,000 കോടി രൂപയിൽ നിന്ന് 2023-24 72,270 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ചെലവ്, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള എളുപ്പം, സുതാര്യത, ഗുണനിലവാരം എന്നിവയിൽ ആഴത്തിലുള്ള പഠനത്തിന് ഇത് സഹായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തമാകാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് പദ്ധതിക്ക് ക്ഷീരവികസന വകുപ്പ് 1.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ 8 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് സംസ്ഥാനം തുടക്കം കുറിച്ചെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനായി ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് മേഖലാ യൂണിയനുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ക്ഷീരസ്വാതന്ത്ര്യം ഇൻഷുറൻസ് പദ്ധതിക്ക് ക്ഷീരവികസന വകുപ്പ് 1.50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ എല്ലാ ക്ഷീരകർഷകരും അംഗങ്ങളാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പുന്നപ്ര ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമവും ക്ഷീരതീരം പദ്ധതിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിൽ നടപ്പിലാക്കുന്ന ക്ഷീരതീരം പദ്ധതി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പുതിയ വരുമാന സ്രോതസ്സാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ പദ്ധതി പ്രകാരം 2 പശുക്കളെ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിനായി 94,500 രൂപ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം.
ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 123, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 690, കുരുമുളക് ഗാർബിൾ 66,400, കുരുമുളക് അൺഗാർബിൾ 64,400, ഏലക്ക 2,800 മുതൽ 2,850 വരെ, വെളിച്ചെണ്ണ 21,300, കൊപ്ര 16,300, ചുക്ക് 32,500.